പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം മാർച്ച് 1-ാം തീയതി നമുക്ക് കൃത്യമായി ശമ്പളം തരും എന്നുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അഭിപ്രായത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ്. കാര്യം നല്ല കാര്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനെ അനുകൂലിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. പ്രിയപ്പെട്ട മന്ത്രി, താങ്കളുടെ അങ്ങനെ എടുത്ത നിലപാടുകൾ, താങ്കളുടെ നിലപാടുകൾ ശരിയാണെങ്കിൽ KSRTCയിലെ ജീവനക്കാർ മുഴുവനും നല്ല സന്തോഷത്തിലാണ്. കാര്യം ആരുടെയും ഔദാര്യമില്ലാതെ, തീർത്തും ഒരിക്കൽ കൂടി പറയുന്നു, ആരുടെയും ഔദാര്യമില്ലാതെ താങ്കൾ എടുത്ത തീരുമാനം. അപ്പോൾ ഇവിടെ പല ആളുകളും അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വരും. കാര്യം ഓരോരുത്തർ കത്ത് തന്നതുകൊണ്ടാണ്. അപ്പം KSRTCയിൽ അംഗീകാരമുള്ള 3 ട്രേഡ് യൂണിയൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ അംഗീകാരമില്ലെങ്കിലും ഇപ്പം ഇവർ പറയും, TDFകാർ പറയും ഞങ്ങൾ കത്ത് കൊടുത്തുകൊണ്ടാണ് 1-ാം തീയതി ശമ്പളം തരാൻ പോകുന്നത്. BMSകാർ പറയും ഞങ്ങൾ കത്ത് കൊടുത്തു. അപ്പോൾ ഇവർ കത്തിൻ്റെ കോപ്പികളൊക്കെ ഇവർ എല്ലാ ഗ്രൂപ്പുകളിലും ഇടും. CITക്കാരും പറയും ഞങ്ങൾ മന്ത്രിസഭ ആയതുകൊണ്ട് അവകാശം കിട്ടി, കാര്യം ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്നത് കൊണ്ട് ശമ്പളം കിട്ടി. അപ്പം KSRTCയെ സംബന്ധിച്ചിടത്തോളം ലോകത്തെങ്ങും ഇല്ലാത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജോലി ചെയ്ത ശമ്പളം കിട്ടിയതിന് ആഹ്ലാദിപ്പല്ല, ആ തന്ന സർക്കാരിനെ അഭിനന്ദിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ടെങ്കിൽ അത് KSRTCയിലുള്ള കേട്ടോ, വേറെ എങ്ങുമില്ല. അപ്പോൾ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ ശമ്പളം കിട്ടി, 1-ാം തീയതി ഞങ്ങൾക്ക് ശമ്പളം ലഭിച്ചു, തന്ന സർക്കാരിന് അഭിവാദ്യങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങൾ സമരം ചെയ്ത് നേടിത്തന്നു അതുകൊണ്ട് ഓപ്പോസിഷന് അഭിവാദ്യങ്ങൾ എന്ന് എവിടെയെങ്കിലും പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പക്ഷേ KSRTCയിൽ അങ്ങനെയാണ്. കാര്യം ജോലി ചെയ്ത ശമ്പളം 30 ദിവസം ജോലി ചെയ്ത ശമ്പളം 31-ാമത്തെ ദിവസം തരുന്നതിന് അഭിവാദ്യം അർപ്പിക്കുന്ന ഒരു ഗതികെട്ട സമൂഹമാണ് KSRTCയിലുള്ളത്. അതിനെ പിന്തുണയ്ക്കുന്ന കുറേ ജീവനക്കാരും. അപ്പോൾ താങ്കളുടെ ആ തീരുമാനം വളരെ നല്ല തീരുമാനമാണ്. കാര്യം 7-8 വർഷത്തോളമായി KSRTC ജീവനക്കാർ നിലവിലെ അവസ്ഥയിലെത്തിയിട്ട്, കാര്യം അവൻ്റെ വീട്ടിൽ ദാരിദ്ര്യവും പട്ടിണിയും അതിനപ്പുറം ഇതിൽ പലരും, നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ട് ഉള്ളതുപോലെ പലരും വാടക വീട്ടിലും മറ്റുമൊക്കെയാണ് താമസിക്കുന്നത്. പാലുകാരനും പത്രക്കാരനും, പത്രം ഇല്ല എന്ന് തന്നെ പറയാം. കാര്യം പത്രം വാങ്ങാനുള്ള സാമ്പത്തികമില്ല. പാല് ഉണ്ടോ എന്ന് തന്നെ വളരെ ബുദ്ധിമുട്ടിയ അവസ്ഥയിലാണ് പലരും മുന്നോട്ട് പോകുന്നത്. കട്ടൻ ചായക്ക് തന്നെ ആയിരിക്കാം പലരും ഉപയോഗിക്കുന്നത്. അപ്പോൾ രണ്ടായാലും ഇനി അവൻ്റെ ജീവിതം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സ്റ്റെപ്പായിട്ട് മുന്നേറുമെന്ന് പ്രതീക്ഷിക്കാം. താങ്കളുടെ ആ തീരുമാനത്തിന് വെൽഫെയർ അസോസിയേഷൻ എന്ന സംഘടന ഒരുപാട് സന്തോഷിക്കുന്നു. താങ്കളോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഈ തീരുമാനം ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. എന്നാൽ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നിലവിലെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് KSRTC മറ്റ് മാർഗങ്ങളിൽ നിന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബാങ്കിൽ നിന്ന് ഓവർ ഡ്രാഫ്റ്റ് എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ KSRTCയിൽ നിന്ന് വരുന്ന വരുമാനങ്ങൾ എങ്ങോട്ടാണ് സാർ പോകുന്നത്? നിയമസഭയിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി വിവരാവകാശ രേഖ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിൽ ഏകദേശം 11,190 കോടിയോ മറ്റോ അങ്ങോട്ടാണെന്ന് തോന്നുന്നു KSRTCക്ക് കൊടുത്തതായി ധനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വരുന്നു. എന്നാൽ അതിൻ്റെ കണക്കുകൾ, KSRTCയുടെ വരുമാനം ഇതുമായി തട്ടിച്ചു നോക്കുമ്പോഴത്തേക്ക് ഏകദേശം 7 മുതൽ 8 കോടി രൂപ വരെ അധിക വരുമാനം, ടിക്കറ്റ് വരുമാനം തന്നെ അധികം കാണുന്നു. ആ കാലയളവിൽ വിവരാവകാശ നിയമപ്രകാരം അധികം കാണുന്നു. എങ്ങനെയാണിത് സംഭവിക്കുന്നത്? ഈ 7-8 കോടി രൂപ എങ്ങോട്ടാണ് പോയത്? ഇതിൽ കക്കൂസ്, കുളിമുറി ഇതൊന്നും വാടകയ്ക്ക് കൊടുത്തതിൻ്റെ ഇല്ല, സ്റ്റാളുകൾ വാടകയ്ക്ക് കൊടുത്ത് കാണുന്നില്ല. ഇത് കൂടാതെയാണ് KSRTCയിൽ ഇത്രയും രൂപ അധികമുണ്ടായത്. ഈ പൈസ എങ്ങോട്ട് പോയി എന്ന് അറിയാൻ ഒരാഗ്രഹമുണ്ട്. താങ്കൾ ഈ മന്ത്രിസഭയിൽ ഇരിക്കുമ്പോൾ, താങ്കൾ മന്ത്രിയായിട്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഒരു പരിഹാരമുണ്ടാവും. ഇത് എവിടെയാണ് കളഞ്ഞു പോയത്? ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞതുപോലെ കള്ളൻ കപ്പലിൽ തന്നെയാണ് സർ. ഈ കപ്പലിലുള്ള കള്ളന്മാരെല്ലാം ഒന്ന് പുറത്ത് ചാടിച്ചിട്ട് താങ്കൾ ഇവിടെ നിന്ന് പോകാവോ, അല്ലെങ്കിൽ ഞങ്ങൾക്കാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇവരുണ്ടാക്കി തരും എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ ജീവനക്കാരുടെ ആഹ്ലാദം അങ്ങേ അറിയിക്കുന്നു. അപ്പോൾ 1-ാം തീയതി തന്നെ ശമ്പളം കിട്ടി എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. മുന്നോട്ടും ഇനിയും ഇങ്ങനെ തന്നെ പോവുക. കാര്യം ഇതിലെ കള്ളനാണയങ്ങൾ പുറത്തിലാക്കിയാൽ തന്നെ ഇതിൽ ഒരുപാട് സാധ്യതകൾ ഉള്ളതാണ്. കാര്യം സുശീൽ ഖന്ന റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ എക്സിക്യൂട്ടീവ് പദവിയിലേക്ക് IITയിൽ നിന്നുള്ള ആളുകളെ നിയമിച്ചാൽ തന്നെ ഈ 10-ാം ക്ലാസ് യോഗ്യതയുള്ള ആളുകളെല്ലാം പുറത്ത് ചാടിക്കുകയും മാന്യമായ രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. താങ്കൾ ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളും താങ്കളോടൊപ്പം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാര്യം ഇതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു. ജീവനക്കാർ
ജീവനക്കാരും പൊതുജനങ്ങളും ഏറ്റെടുത്ത ഒരു പ്രസ്ഥാനമാണ് സാർ KSRTC. ഒരിക്കലും ഞങ്ങളിത് നഷ്ടപ്പെട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളല്ല. കാര്യം ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗമാണിത്. ഞങ്ങൾക്ക് മറ്റു മാർഗ്ഗങ്ങളില്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ ഞങ്ങളെ സഹായിക്കാനോ സംരക്ഷിക്കാനോ ആരുമില്ലാത്തത് കൊണ്ട് അനാഥമായി പോകുന്ന കുടുംബങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് വേവലാതിയുണ്ട്. അതുകൊണ്ടാണ് താങ്കളോട് ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നത്. Thank you.